ആഫ്റ്റർ ആൻഡ് ബിഫോർ ഉണ്ടല്ലോ. ഇന്നൊരു സിമ്പിൾ മേക്കപ്പ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അത് എന്റെ നേരെ എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു മുതലിനെ ഒന്ന് അടക്കിയിരുത്തിയത്. വീഡിയോ ഓൺ ആക്കിയത് മുതൽ ഓഫ് ആക്കുന്നത് വരെ ഇവൾ അടങ്ങിയിരുന്നിട്ടേ ഇല്ല. എന്റെ സിസ്റ്റർ ആയതുകൊണ്ട് പറയല്ല, ഇത്രയും ക്രിമിയുള്ള ഒരു സാധനത്തിന് ഞാൻ വേറെ കണ്ടിട്ടില്ല. അവളായിട്ട് ഒതുങ്ങുന്ന ലക്ഷണമൊന്നും കാണാത്തോണ്ട് ഞാനായിട്ട് തന്നെ ഒതുങ്ങി. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ കണ്ടന്റിലോട്ട് പോവാം. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞാൻ പ്രൈമർ ഒക്കെ ഇട്ട് കൺസീൽ ചെയ്യാനാണ് പോയത്. അധികം വലിയ ആർഭാട മേക്കപ്പ് ഒന്നുമല്ല, ഒരു സിമ്പിൾ മേക്കപ്പ് ആണ്. എത്ര സിമ്പിൾ ആയാലും നമ്മൾ പ്രൈമർ ഇടണം, അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വളരെ മിനിമൽ പ്രോഡക്ട്സ് വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി. ചെറിയൊരു കളർ കറക്ഷനും കഴിഞ്ഞ് കൺസീൽ ചെയ്ത് പൗഡർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഐ ഷാഡോയിലോട്ടാണ് പോകുന്നത്. അവക്കൊരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് ഒരു ഐ ലുക്കും ചെയ്തു. ബ്രഷ് കിറ്റ് എടുക്കാൻ മറന്നെന്നുള്ള സത്യം പിന്നെ വീഡിയോ ഓൺ ആയപ്പോഴാണ് മനസ്സിലായത്. സാരല്ല, ഇനിയിപ്പൊ കൈ കൊണ്ട് തന്നെ ആവാം. കണ്ണെഴുതലും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്താ, ഫൗണ്ടേഷൻ. സിമ്പിൾ ലുക്ക് ആയതുകൊണ്ട് ഓവർ ലെയറിംഗ് ഒന്നും ചെയ്യാതെ, അതായത് കൺസീലറോ കറക്ഷനോ ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ഫൗണ്ടേഷൻ അങ്ങ് അപ്ലൈ ചെയ്തു. ഫൗണ്ടേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്ട് കയ്യിലോ പാലറ്റിലോ വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഫേസിൽ ഇട്ടാ നല്ലൊരു ബെറ്റർ റിസൾട്ട് ആയിരിക്കും. അതിനുശേഷം ഞാനൊരു സെറ്റിംഗ് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. എത്രയൊക്കെ പറഞ്ഞാൽ ഇവളെ നടക്കി ഇരുത്താൻ പറ്റ പാട് ചില്ലറയൊന്നും അല്ലായിരുന്നു. അതിന്റെ കൂടെ അവക്ക് കുറെ ഡിമാൻഡും. അതേ ഇനി ഞാൻ ബ്ലഷ് ആണ് ഇട്ടത്. ഞാൻ ഇതിൽ യൂസ് ചെയ്ത മിക്ക പ്രോഡക്ട്സും അഫോർഡബിൾ ആണ്. മിക്കതല്ല, എല്ലാ പ്രോഡക്ട്സും നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ലിപ് ബാം ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു. ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ അവക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എനിക്ക് തീരെ ഇല്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, അതിനുള്ള ബെറ്റർ ഓപ്ഷൻ എനിക്കറിയാം. എല്ലാ സ്കിൻ ടോണിനും ഒരേപോലെ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് എന്റെ ഉണ്ട്. അതേതാണൊക്കെ ഞാൻ മെൻഷൻ ചെയ്തോളാം. അവളുടെ കയ്യിലിരിപ്പിന് ചുണ്ടി പറ്റേണ്ട സാധനം പല്ലിലാണ് പറ്റിയത്. ലിപ്സ്റ്റിക് ഇടുമ്പോ പോലും അടങ്ങിയിരുന്നിട്ടില്ല. ലാസ്റ്റ് അവളെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചു. നെക്സ്റ്റ് മസ്കാര. ഈ ഒരു മസ്കാര ഒരു അടിപൊളി സാധനമാണ്. ലാഷിന് നല്ല ലെങ്തും വോളിയും ഒക്കെ തരുന്ന ഒരു അടിപൊളി മസ്കാര. ആൻഡ് മോസ്റ്റ്ലി ഞാൻ ഇതിൽ യൂസ് ചെയ്ത മിക്ക പ്രോഡക്ട്സും മാർസിന്റെ ആണ്. ആൻഡ് ഫൈനലി സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ച് നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ദിസ് ഈസ് ഫൈനൽ ലുക്ക്. ഞാനിവിടെ ഉദ്ദേശിച്ചത് ഒരു സിമ്പിൾ പാർട്ടി മേക്കപ്പ് ലുക്കാണ്. ഇവക്ക് എന്തായാലും ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണേ. പിന്നെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഹെയർ ടൂൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിടുകയാണ്. അപ്പൊ ഫൈനൽ ലുക്ക് കണ്ടാലോ? എനിവേ, നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അഫോർഡബിൾ പ്രൈസിൽ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് വെച്ചാണ് ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. അതൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പൊ ശരിയുടെ അടുത്തിരിക്കണം. ബൈ.